ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സാൻഡിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണ്. തുമ്പും കൃത്തിയും കുഞ്ഞുമക്കളും എല്ലാം ഉണ്ട്. അവരെ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. അവരെ ഒന്ന് കണ്ടാലോ? അവരെ ഒരുവിധം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഇനി അവരെല്ലാവർക്കും ഒന്നൊന്ന് നോക്കിയാലോ? എന്താ, ഇവളാണെങ്കിൽ ഇതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുവാണേ. ബാക്കി എല്ലാവരും പുറത്താണ്, അതുകൊണ്ട് ഇവളിങ്ങനെ അകത്തോട് തന്നെ ചാടിക്കളിക്കുക. എങ്ങനെയെങ്കിലും പുറത്ത് ചാടാനായിട്ടാണ്. ഇപ്പോൾ ആർക്കും അകത്തിരിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ, എല്ലാവരും പുറത്തേക്ക് ചാടും. ഇതുണ്ടോ ഒരാൾ ഓടി പോകുന്നത്. അടുത്തയാളും ഈ സൈഡിൽ എവിടെയോ ഉണ്ട്. അമ്മക്കുട്ടിയാണെങ്കിൽ കമ്പിളിയുടെ മുകളിൽ കയറി അങ്ങനെ കിടക്കുന്നുണ്ട്. നേരത്തേക്ക് ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ കൂട്ടിന് വെളിയിൽ ഇറങ്ങിപ്പോയാൽ അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് പോകും. ഞങ്ങളുടെ കയ്യിലിരിക്കുവാണെങ്കിലും തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയി കൂട്ടിൽ കൊണ്ടിടുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി അങ്ങോട്ട് മാറി അങ്ങ് കിടക്കും. അവരെ സെൽഫായിട്ട് നടക്കാനും ഒക്കെ പഠിപ്പിക്കുമായിരിക്കും ചിലപ്പം. ഇതുണ്ടോ, ഇത് ആൺകുട്ടിയാണേ. ഇതാ അടുത്തയാൾ പതിയെ അമ്മക്കുട്ടിയുടെ അടുത്തോട്ട് പോവുക. അകത്ത് കിടന്ന് കളിച്ചോണ്ടിരുന്ന ആൾ താഴെ ഇറങ്ങി കേട്ടോ. എല്ലാവരും അമ്മക്കുട്ടിയെ സമീപിക്കുവാണ് പതിയെ. ഇതാ ഇത് കണ്ടോ, ഞങ്ങളുടെ തുമ്പുമാമൻ കസാര കയറി അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പം കട്ടിലിൽ നിന്ന് താഴെ ചാടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നേ. തല്ലും ബഹളമൊക്കെ തുടങ്ങി. പരസ്പരം അടിക്കുന്നു, കടി വെച്ച് കൊടുക്കുന്നു, മാന്തുന്നു. അവരുടേതായ ഒരു ലോകം. അമ്മ പൂച്ച ഇതെല്ലാം നോക്കി അങ്ങനെ കിടക്കുക കേട്ടോ. അവൾക്ക് യാതൊരു കൂസലുമില്ല. അതുങ്ങൾ അതിലേക്ക് പോകുന്ന കണ്ടിട്ടും അവൾ വിളിക്കുവാട്ടെ, പോയി എടുക്കുവാട്ടെ, ഒന്നും ചെയ്യുന്നില്ല. ഒളിച്ചസാറ്റ് കളിക്കുവാന്ന് തോന്നുന്നു. കുറച്ച് നേരം ഒളിക്കും, അടുത്തയാൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വരും. ഇത് തന്നെ പരിപാടി. ഇത് അമ്മക്കുട്ടീനെ പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ. അവളാണ് ഏറ്റവും കുരുത്തം കേട്ടത്. ഒരു നിമിഷം അടങ്ങിയിരിക്കല. ഞങ്ങളെ കണ്ട അപ്പോൾ തുടങ്ങും കരച്ചിൽ. ഇപ്പം ക്യാമറ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുവരുന്ന് ഓടുന്നതാണ് കാണുന്നത്. ക്യാമറേനെ ഇപ്പം പേടിയാണ്. മാമനും കൂടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മാമൻ്റെ സ്നേഹപ്രകടനങ്ങളാണ്. ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ, കടി വെച്ച് കൊടുക്കുമെന്ന്. പക്ഷെ എന്താണ്, മാമൻ അങ്ങോട്ട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. മാമനും മക്കളും കിടക്കുന്നത് കണ്ട അമ്മയും മക്കളും എന്നേ പറയത്തുള്ളൂ കേട്ടോ. കണ്ടോ, കുഞ്ഞാമ്മയാണെങ്കിൽ പാല് കുടിക്കുന്നു, അമ്മ കിടന്നുറങ്ങുന്നു. മറ്റ് രണ്ട് കുട്ടികളെ നോക്കി മാമൻ കാവലിരിക്കുക. ഈ പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ല. ഈ പിള്ളേർ എന്നെയാണെങ്കിൽ മാന്തിപ്പറിക്കുവാണോ ഞുള്ളിപ്പറിക്കുവാണോ എന്നാ ചെയ്യുന്നതെന്ന് അറിയത്തില്ലെന്നാണ് മാമൻ പറയുന്നത്. ഉണ്ടോ, അമ്മ കിടന്നുറങ്ങുമ്പോൾ മക്കളെ ശ്രദ്ധയോടെ നോക്കുന്ന മാമനെ കണ്ടോ നിങ്ങൾ? ഇവർ രണ്ടും കൂടെ എന്താണ് രഹസ്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ അമ്മച്ചിയുടെ ഒരു ഉറക്കം. മാമനോട് ഇന്ന് പരാതി പറയാൻ പോയിട്ടുണ്ട് ഒരാൾ. കണ്ടോ, അവനാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കളിക്കുവാണേ. കുഞ്ഞാവ ഇവിടെ നിൽക്കുന്നു, അമ്മ ഉറങ്ങുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പം എപ്പോഴും കളികളും പരിപാടികളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ നടക്കും. എന്താ ഇപ്പം എല്ലാവരും കൂടെ വീണ്ടും അമ്മേനെ സമീപിച്ച് നമ്മളുടെ കൈയങ്ങ് ഉടക്കി പുതപ്പേൽ എന്നിട്ട് കൈ പിടിക്കാനുള്ള ശ്രമമാണ്. നടക്കുന്നില്ല. സനമോൾ കൈ പിടിപ്പിച്ച് വിട്ടെ.
ഇനിയിപ്പം മാമൻ ഇതെല്ലാം നോക്കിക്കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. എല്ലാവരും കൂടെ വന്ന് പാല് കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ വിശേഷങ്ങൾ. മാമനാണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം പോയി. ഇനിയിപ്പം മാമനും അവിടെ കിടന്ന് ഉറങ്ങിക്കാക്കാമെന്നുള്ളൊരു മൂഡിലാണ്. മക്കളെല്ലാവരും പാല് കുടിക്കുന്നു. മാമനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്ത് പോയായിരുന്നേ. വേറെ ഒരു പൂച്ചേനെ ഓടിച്ചിട്ട് വന്ന് മടുത്ത് കിടക്കുന്നതാണ് ഈ കിടപ്പേ. രണ്ടുപേരും ഹാളിൽ വന്നങ്ങനെ കിടക്കുവാണ്. കുഞ്ഞുമക്കളകത്ത് കിടന്നുറങ്ങുന്നു. ഇത് ഞാനിവിടെ ആണെങ്കിൽ കസാര വന്നിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും അപ്പുറം ഇപ്പുറം കസാര വന്നിരുന്നു കേട്ടോ. അന്നേരം സനമോളെടുത്ത വീഡിയോ ഞാനിവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയം ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.